പുരാതന ദാരുക വനത്തിൽ അഹങ്കാരികളായ ഒരു കൂട്ടം മുനിമാർ വിശ്വസിച്ചത് തങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ തങ്ങളെ അജയരാക്കും എന്നതാണ്. അവരുടെ അഹങ്കാരം വളർന്നു. ഭക്തിയുടെ യഥാർത്ഥ സത്ത അവർ മറന്നു. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഭഗവാൻ ശിവൻ അലഞ്ഞു തിരിയുന്ന മുനിയുടെ വേഷം ധരിച്ചെത്തി. സന്യാസിമാരുടെ ഭാര്യമാർ ശിവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവരുടെ ദിനചര്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് കണ്ട് രോഷാകുലരായ മുനിമാർ തങ്ങളുടെ ശക്തമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ശിവനെ ആക്രമിക്കാൻ ക്രൂരനായ ഒരു കടുവയെ സൃഷ്ടിച്ചു. ശാന്തനായ ശിവൻ കടുവയെ കൊന്നിട്ട് അതിന്റെ തൊലി ഉരിഞ്ഞ് അരയിൽ ചുറ്റി. ഈ സഞ്ചാരി ഒരു സാധാരണ മുനിയല്ല, മറിച്ച് ദൈവം തന്നെയാണെന്ന് വനത്തിലെ ഋഷിമാർ തിരിച്ചറിഞ്ഞു. കടുവയുടെ തോൾ ധരിക്കുന്നതിലൂടെ ശിവൻ മനുഷ്യനിൽ നിന്നും ദൈവിക സൃഷ്ടിയിലേക്കുള്ള, മർത്യനിൽ നിന്നും അമർത്യനിലേക്കുള്ള, പരിമിതമായതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്കുള്ള പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു. കടുവയെ വന്യവും അപകടകരവുമായ ഒരു മൃഗത്തിൽ നിന്നും ഒരു കൂട്ടാളിയായി മാറുന്നതിനെയും അദ്ദേഹം സൂചിപ്പിക്കുന്നു.